അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഹാഷ്മി, ജയശങ്കർ ഇവിടെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഒരിക്കൽ കൂടി പ്രായപരിധി നൽകാൻ പോകുന്നു CPM. അല്ല, പ്രായപരിധി ഓൾറെഡി നൽകി കഴിഞ്ഞ കാര്യം ഇളവ് ആക്കിയാൽ വ്യക്തമാക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി. എന്ന് പറഞ്ഞാൽ ഇളവുള്ള രാജ്യത്തെ ഏക നേതാവ് പിണറായി വിജയനാണ് എന്ന് തന്നെ MV ഗോവിന്ദൻ പറയുകയാണ്. മൂന്നാം വട്ടവും CPM-നെ നയിക്കാൻ പിണറായി വിജയൻ തന്നെ ഉണ്ടാകും. PB-യിൽ ബാക്കി ഏകദേശം 12ഓളം പേർ ഒഴിഞ്ഞു പോകുമ്പോഴും അവിടെ പിണറായി വിജയൻ ഉണ്ടാകും. ശ്രീ A. ജയശങ്കർ, അല്ല, ഇത് പോളിറ്റ് ബ്യൂറോയിലെ തീരുമാനം ഗോവിന്ദൻ മാഷല്ലോ തീരുമാനിക്കുന്നത്. അവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ ആലോചിച്ച് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ ആലോചിച്ച് പാർട്ടി ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയാണെങ്കിൽ അത് വരുത്തി അതിന്റെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനിക്കും. അല്ലാതെ ഗോവിന്ദൻ മാഷ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു സംശയം ഇതിനകത്തുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് പിണറായി വിജയന് രോഗവും പ്രായാധിക്യവും ഉണ്ടെന്നുള്ളതിൽ എല്ലാവർക്കും അറിവുള്ള കാര്യമല്ല. അദ്ദേഹം തന്നെ നയിച്ചാൽ ഈ പാർട്ടി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ശാഠ്യമാർക്കാണ് എനിക്കതാ മനസ്സിലാവത്തി. ഈ പാർട്ടിയിലെ യുവാക്കളായ എത്ര നേതാക്കളും മധ്യവയസ്കരായ എത്ര നേതാക്കന്മാരുണ്ട്, 75 വയസ്സ് കഴിയാത്ത എത്ര പേരുണ്ട്. ഇവർക്ക് ആർക്കും യാതൊരു കഴിവോ പ്രാഗൽഭ്യമോ നാടിനെയും പാർട്ടിയെ മുന്നണിയെ നയിക്കാനുള്ള കേൾപ്പമില്ല എന്നാണോ ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന്റെ അർത്ഥം? എന്നോട് നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം പറഞ്ഞത് വേറൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഈ പിണറായി വിജയൻ ഇളവ് അനുവദിച്ചിരുന്നു. ആ ഇളവ് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് അടുത്ത തവണയും ഈ ഇളവ് ഉണ്ടാകും എന്ന രീതിയിലുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അല്ല, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും കഴിഞ്ഞ 3 വർഷം മുമ്പാണല്ലോ. അതെ, ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ ഇന്നത്തെ സാഹചര്യം മാറിയില്ലേ. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കല്ലേ, 2026 തെരഞ്ഞെടുപ്പ് വർഷം. അതെ അതെ ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിന് ഇപ്പോഴുള്ള ഇളവ് കൊണ്ട് തുടരാവുന്നതാണ്. ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ അദ്ദേഹം മാറുകയില്ല, തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം ഉന്തി തള്ളി കൊണ്ടുപോകും എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു അർത്ഥമുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയെ നയിക്കാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുണ്ടോ എന്ന് തോന്നുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ സമീപ ആളുകളിലേക്കുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര നേരം എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കാൻ പറ്റും, അദ്ദേഹത്തിന് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും. 26 കവചിത വാഹനങ്ങളുടെ മുമ്പോട്ട് കൂടിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അദ്ദേഹം തന്നെ നയിച്ചാലേ ഈ സംഗതി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്ക് ആർക്കും യാതൊരു ആത്മവിശ്വാസവും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനിവാര്യമായ പരാജയം അദ്ദേഹം തന്നെ നേരിടട്ടെ എന്ന ചില ഒരു ദുഷ്ടബുദ്ധി കൂടി ഒരുപക്ഷെ കണ്ടേക്കും എന്നെനിക്ക് തോന്നുന്നു. അല്ല, ശ്രീ A. ജയശങ്കർ, ഇവിടെ 2 തവണ മത്സരിച്ചവർക്ക് പിന്നെ മത്സരിക്കാൻ കഴിയില്ല എന്ന മാനദണ്ഡവും പിണറായി വിജയന് വേണ്ടി മാറ്റപ്പെടില്ലേ? ഉറപ്പായും അദ്ദേഹം അടുത്ത തവണ മത്സരിക്കുമെന്നല്ലേ ഇങ്ങനെയാണെങ്കിൽ കരുതേണ്ടത് ശ്രീ A. ജയശങ്കർ? അല്ല, 2 തവണ മത്സരിച്ചവർക്ക് വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന മാനദണ്ഡം ഉണ്ടാക്കിയതുകൊണ്ട് വേറെ പല ആൾക്കാരെയും സൈഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അവർക്ക് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന് താല്പര്യമുള്ള വേറെ ചില ആളുകൾക്ക് അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മാനദണ്ഡമൊന്നും ഇനി ആരും പിന്തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 തവണ എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ മാനദണ്ഡവുമല്ല. അത് മാറ്റി നിർത്തുക. അത് മാറ്റിയാലും 1 തവണ മന്ത്രിയായവർക്ക് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിയല്ലോ. അത് ഓർമ്മയില്ലേ? കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും CPM ഇത്തവണ അവസരം കൊടുത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് മാത്രം കൊടുത്തു. അപ്പൊ ബാക്കി ആളുകളെ സാമാന്യം നല്ല പെർഫോമൻസ് നടത്തിയ ആളുകളെ എല്ലാം ഒഴിവാക്കിയത് അതുകൊണ്ടല്ലേ. ഒറ്റക്കാര്യം കൂടി ശ്രീ ജയശങ്കർ, അദ്ദേഹം അത് ആഗ്രഹിച്ചാൽ അത് നടപ്പാകുന്ന ഒരു സാഹചര്യമല്ലേ കേരളത്തിലെ പാർട്ടിയിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർട്ടിയിലും ഇപ്പോഴുള്ളത്? അത് തീർച്ചയായിട്ടും ശരിയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കും. അദ്ദേഹമാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴത്തെ സ്റ്റാലിൻ അദ്ദേഹമാണ്. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് A. ജയശങ്കർ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അനുവദിച്ച ഇളവ് തുടരുമെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ നമ്മോട് പറഞ്ഞത്.